Hello friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് ഇൻ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയിലെ എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. Okay, state whether the following are true or false. Justify your answer. First, sin of a plus b equal to sin a plus sin b. So നമുക്ക് 60-30 എന്ന് പറഞ്ഞ രണ്ട് ആംഗിളുകൾ എടുക്കാം. എനെ ഞാൻ 60 എടുത്തു, ബിനെ ഞാൻ 30 എടുത്തു. ദെൻ 60-30 വരുന്ന റേഷ്യോ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3 ആണ്, 90 ഓപ്പോസിറ്റ് 2 ആണ്. ആദ്യം ഞാൻ LHS എടുത്തു. എന്താ LHS? സൈൻ എ പ്ലസ് ബി അഥവാ സൈൻ 60 പ്ലസ് 30. 60 പ്ലസ് 30 എത്രയാ? 60 പ്ലസ് 30 എന്ന് പറയുന്നത് സൈൻ 60 പ്ലസ് 30. അപ്പോൾ 60യും 30 ആഡ് ചെയ്യുക. 60 പ്ലസ് 30 നമുക്ക് കിട്ടുക 90 ആണ്. സോ സൈൻ 90, സൈൻ 0 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈൻ 0 അപ്പോൾ സൈൻ 90 1 ആണ്. ഇനി നമ്മളിതിനെ RHS കാണാൻ പോവാണ്. സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60. എന്താ സൈൻ 60? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ √3/2. അപ്പോൾ സൈൻ 60 √3/2 വരും. അതേപോലെ സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടനസ് 2 ആണ്. അപ്പോൾ 1/2 എന്നും വരും. ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. സോ √3 + 1/2. ഇതിനെ നമുക്ക് ഇനി 1 ആക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ? ഇത് √3 + 1/2 ആണ്, അത് 1 ആണ്. സോ LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. The value of sin theta increases as theta increases. Sin 0 ആണ്. Sin 30 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? Sin 30 60 90 വരും. 1:√3/2. അപ്പോൾ sin 0 ആണ്. sin 30 ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ടനസ് 2, അപ്പോൾ 1/2. ദെൻ sin 45 നമുക്കറിയാം 1:1/√2 ആണ്. ഇതും 45 ആയിരിക്കും, മറ്റേത് 90. ഓക്കെ, സോ 1/√2 ആണ്. ദെൻ sin 60 ഓപ്പോസിറ്റ് √3, ഹൈപ്പോട്ടനസ് 2. ദെൻ sin 90 1 ആണ്. സോ 0 എന്ന് തുടങ്ങി 1/2 0.5 ആയി. അതേപോലെ തന്നെ 1നെ അതിനേക്കാൾ ഒരു 1.143 അറിയുന്നതുകൊണ്ട് ഇവിടെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്. ഇവിടെ 1.414 ഡിനോമിനേറ്റർ എന്തായി? വലുതായി അല്ലേ? ഇവിടെ √3 അറിയുന്നത് 1.73 ആണ്, അതിനെ 2 കൊണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇത് 1 അഥവാ 0 എന്ന് ഇങ്ങനെ കൂടി വന്ന് ലാസ്റ്റ് 1 എത്തി. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ തീറ്റ കൂടുന്നതിനനുസരിച്ച് കൂടിയോ അതോ കുറഞ്ഞോ? കൂടി അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. The value of cos theta increases as theta increases. തീറ്റ കൂടുന്നതിനനുസരിച്ച് കോസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. cos 0 1 ആണ്, cos 90 0 ആണ്. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഇത് കിട്ടി അല്ലേ? cos 0 1 ആണ്. 1ൽ നിന്നും ഇങ്ങനെ പോയി അവസാനം cos 90 എന്ന് പറഞ്ഞ് 0 എത്തുന്നത്. ഓക്കെ, അപ്പോൾ 1 നിന്ന് താഴോട്ട് വന്ന് 0. അപ്പൊ കൂടുകയാണോ കുറയാണോ? കുറയാണ്. അപ്പൊ ഇവിടെ ഇൻക്രീസ് എന്നാണോ വരേണ്ടത്? അല്ലല്ലോ, ഡിക്രീസ് എന്നല്ല വരേണ്ടത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, അപ്പൊ സൈനിന്റെ വാല്യൂ തീറ്റ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. 0ലും തുടങ്ങി 1 വരെ. ഓക്കെ, നമ്മൾ 90 വരെയുള്ള വാല്യൂസ് ആണ് നോക്കുന്നത്. ദെൻ കോസിന്റെ വാല്യൂ എന്ത് ചെയ്യും? കോസ് തീറ്റ 1ൽ നിന്നും 0 എത്തുന്നത്. അപ്പൊ അത് ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സൈൻ തീറ്റ ഇൻക്രീസസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കോസ് തീറ്റ ഇൻക്രീസസ് as തീറ്റ ഇൻക്രീസസ് അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്.
അടുത്ത് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണ് എല്ലാ വാല്യൂസിനും. ഫോർ ദ 45 ഇറ്റ് ഈസ് സെയിം. 45 ഇത് സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, 45 വരികയാണെന്നുണ്ടെങ്കിൽ 1:1:√2, 60√3 ആണെന്നുണ്ടെങ്കിൽ 1:√3:2 ആണ്. ഇപ്പോൾ സൈൻ 45 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 1/√2. കോസ് ആണെന്നുണ്ടെങ്കിൽ adjacent/√2, അത് adjacent ബൈ ഹൈപ്പോട്ടനസ് അതും 1/√2 സെയിം ആണ്. പക്ഷെ വേറൊരു ആംഗിൾ സൈൻ 30 ഞാൻ എടുത്തു, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അഥവാ 1/2 എന്ന് കിട്ടും. നേരെ മറിച്ച് അത് കോസ് ആണെന്നുണ്ടെങ്കിലോ √3/2 ആണ്. സെയിം ആണോ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടനസ് 2 ആണ്. കോസ് 30 എന്ന് പറയുമ്പോഴോ അഡ്ജസൻറ്റ് √3 ആണ്, ഹൈപ്പോട്ടനസ് 2 ആണ്. ഓക്കെ, അപ്പോൾ എന്താ വരിക? √3/2 ആണ് വരിക. ഇത് രണ്ടും സെയിം ആണോ? അല്ല. ഓക്കെ, 45 സ്പെസിഫൈ ചെയ്ത് ചോദിക്കുക. 45 സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് സെയിം ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോർ ഓൾ വാല്യൂസ് എന്നാണ് പറയുന്നത്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ ഇത് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ നോട്ട് ഓൾവേസ്, എപ്പോഴും ഇത് സെയിം അല്ല. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അടുത്ത് കോട്ട് എ ഇസ് നോട്ട് ഡിഫൈൻഡ് ഫോർ 0 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ജലദോഷം. കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഈക്വൽ ടു 0 ഡിഗ്രി. ടാൻ 0, കോട്ട് എന്ന് പറയുന്നത് ടാനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ടാൻ 0 0 ആണ്. ടാൻ 0 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യാം. കോട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/tan ആണ്. ഓക്കെ, അപ്പോൾ 1/tan എന്ന് പറയുമ്പോൾ 1/tan 0 എന്താണ്? 0 ആണ്. 1/0 ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അത് എന്തല്ല? ഡിഫൈൻഡ് അല്ല. ആണോ? അല്ല. അപ്പോൾ 1/0 എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണോ? അല്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ? കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ആംഗിൾ എ ഈക്വൽ ടു 0 ഡിഗ്രി. ടാൻ എ ഡിഫൈൻഡ് ആണ്, അഥവാ ടാൻ 0 0 ആണ്. കോട്ട് എന്ന് പറയുന്നത് 1/tan ആണ്. അപ്പോൾ 1/0 വരും. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് അല്ല. സോ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ്? കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ എന്നാണ് പറയുന്നത്, എ ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രിക്ക് കോട്ട് എ എന്ത് ചെയ്തിട്ടില്ല? ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഈ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസുകൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് എക്സസൈസ്. ബൈ ബൈ.